ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടെ ഒരു ദിവസം കൂടെ നമുക്ക് ജീവിപ്പാനുള്ള ദൈവകൃപ തന്ന് ഇന്നത്തെ ദിവസത്തെ നമുക്ക് തന്ന് നമ്മെ ജയോത്സവത്തോടും സന്തോഷപൂർണ്ണതയോടും കൂടി നിർത്താൻ ദൈവമായ കർത്താവ് ശക്തനെന്നെണ്ണി ആ ദൈവത്തിൻ്റെ തിരുവായ്മൊഴികൾ എപ്പോഴും ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതെന്ന് ഗ്രഹിച്ച് ഇന്നും ദൈവവചനം കേൾപ്പാൻ മനസ്സൊരുക്കത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ആലോചന, എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ, നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, നിങ്ങളെ ക്രിസ്തുവിൽ ധന്യരാക്കാൻ ഈ നിമിഷം ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ നടുവിൽ ഇന്നത്തെ സന്ദേശത്തിനായി ആവർത്തന പുസ്തകം 4-ാം അധ്യായം 35-ാം വാക്യം വായിച്ചു കേൾപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 35-ാമത്തെ വാക്യം. നിനക്കോ ഇത് കാൺമാൻ സംഗതി വന്നു, യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ. ആദ്യത്തെ ഭാഗം, നിനക്കോ ഇത് കാൺമാൻ സംഗതി വന്നു. ഇത് കാണാനുള്ള സംഗതി വന്നു. ഇസ്രായേൽ മക്കളോട് മോശ ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ, ഇന്നലകളിലെ അത്ഭുതങ്ങൾ അതൊന്നോടെ ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ്. അവിടെ മോശ ഇസ്രായേലിനോട് പറയുകയാണ്, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കാണാനുള്ള വലിയ ഭാഗ്യം, വലിയ അവസരം, വലിയ മുഖാന്തരം ദൈവമായിട്ടുണ്ടാക്കി തന്നു. പ്രിയപ്പെട്ടവരെ, കാണാനുള്ള ഭാഗ്യം, ഈ ഭൂമിയിലൊരു ജന്മം ലഭിച്ചിട്ട് കാണേണ്ടത് കാണാൻ. ആ പറയുന്ന വാക്ക് മനസ്സിലായോ? നമ്മൾ പോക്കറ്റിൽ കിടക്കുന്ന കാശും കൊടുത്ത് വണ്ടി കയറി ഏതെങ്കിലും സുഖവാസ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭംഗിയുള്ള മനോഹര ഭൂമിയുടെ വിരിമാറിലോ ചെന്ന് നിന്ന് 4 ഫോട്ടോ എടുത്ത് കടൽ തീരമോ കാടോ കണ്ടിട്ട് പോരുന്ന കാര്യമല്ല ഈ പറയുന്നത്. അത് കാശുള്ള ആർക്കും കാണാം. തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ കിടന്നുറങ്ങണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതും സ്വർഗത്തിലിരിക്കുന്നവനാണ്. പക്ഷേ ആയുസിൻ്റെ മധ്യത്തിൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഒരു 70-80 കൊല്ലം ജീവിക്കുന്നതിൻ്റെ മധ്യത്തിൽ ഇവിടെ ഒരുപക്ഷെ മറ്റാരും കാണാത്തത്, മറ്റാർക്കും കാണാൻ ഭാഗ്യം കൊടുക്കാത്തത്, ഞാൻ ഒന്നുകൂടെ പറയുന്നു, നാടും വീടും ദേശവും രാജ്യവും സുഖവാസ കേന്ദ്രമൊന്നും അല്ല കേട്ടോ, ആയുസ്സിൽ കാണേണ്ടത് കാണാൻ എന്ന് പറയുമ്പോൾ എൻ്റെ കേൾവിക്കാരായ, എൻ്റെ ഭാഷ കുറേ നാടുകളായി കേൾക്കുന്ന നിങ്ങൾക്കത് പിടികിട്ടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഒരായുസ്സിൽ കാണേണ്ടത് കാണാൻ. ഈ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തിരുവെഴുത്തിൽ ഭക്തനായ ഒരു സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്, നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുന്നവനാര്. ഇപ്പോൾ ആയുസ്സിൽ നന്മ കാണുക എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. കാണാൻ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലഭിക്കുന്ന ഭാഗ്യം വലുതാണ്. കുറേ നന്മകൾ, മക്കളെ കാണാൻ, അവരുടെ മക്കളെ കാണാൻ, അവരുടെ ജീവിതം കാണാൻ, അവർക്ക് ദൈവം കൊടുത്ത നന്മ കാണാൻ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനം കാണാൻ, നമ്മൾ വിതച്ചത് കൊയ്യുന്നത് കാണാൻ. ഞാൻ ഈ അടുത്തിടയ്ക്കൊരു നല്ല കൃഷിക്കാരനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആകാംക്ഷയും സന്തോഷവും നിറഞ്ഞ കണ്ണിൻ്റെ വാക്കുകളും എന്നെ ആശ്ചര്യപ്പെടുത്തി. മറ്റൊന്നുമല്ല, കഠിനാധ്വാനം ചെയ്ത് തൻ്റെ പുരയിടത്തിൽ അല്ലെങ്കിൽ തൻ്റെ കൃഷിസ്ഥലത്ത് കിളച്ച് പറിച്ച് മറിച്ച് അദ്ദേഹം വിത്ത് പാകിയത് മുളച്ചു വരുന്നത് കാണാൻ, അന്നേരം അത് പറയുമ്പോൾ അദ്ദേഹം കണ്ണ് നിറയുക. എന്തോ ഭാഗ്യമാണെന്നറിയാമോ പാസ്റ്ററെ എന്നോട് ചോദിച്ചത്. ഏത്? നമ്മളെന്നും കാണുന്ന, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിള്ളേരൊന്നും കണ്ടിട്ടില്ല, പ്ലേറ്റിൽ വരുന്ന ചോറിൻ്റെ പുറകിലെ രഹസ്യം എന്താണെന്ന് കണ്ടിട്ടില്ല. എന്നാൽ അത് പാടവരമ്പത്ത് നിന്ന് കഠിനാധ്വാനം ചെയ്ത് രാത്രി കാവൽ കിടന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരിചരണം നടത്തുന്ന പോലെ പരിചരണം നടത്തിയിട്ടത് മുളച്ചു വന്ന് അതിൽ കതിരിടുന്നത് കാണാൻ കണ്ണ് നിറഞ്ഞ കാഴ്ചയാണെന്ന് ആ കൃഷിക്കാരൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർക്കും കാണുന്നത് ഓരോ രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ ആസ്വാദനമായി മാറുന്നത്. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഓരോരുത്തർക്കും ഓരോ രീതി. എന്താണെങ്കിലും നന്മ കാണേണ്ടതിന് യാക്കോബ് ഒരിക്കൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? യോസേപ്പിനെ മിസ്രയീമിൽ വെച്ച് കണ്ടപ്പോൾ, നിന്നെ കാണുമെന്ന് ഞാൻ കരുതിയതല്ല,
നിൻ്റെ മക്കളെ കൂടെ കാണാൻ എനിക്ക് സംഗതി ഒരുക്കിയല്ലോ എന്ന് യാക്കോബ് പറയുന്നുണ്ട്. ചെറിയ കാര്യമാണത്. യേശുക്രിസ്തുവിനെയും കൊണ്ട് ദൈവാലയത്തിൽ പരിച്ഛേദനയ്ക്ക് വന്ന മറിയയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ചിട്ട് ഷിമ്യോൻ എന്ന വയസ്സനായിരിക്കുന്ന ആ മനുഷ്യൻ ദൈവാലയത്തിൽ വെച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എൻ്റെ ദൈവമേ, ഇപ്പോഴെന്നെ വിട്ടയക്കണേ സമാധാനത്തോടെ. എന്താ കാരണം പറഞ്ഞ്? ജാതികൾക്ക് വരുവാനുള്ള രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ. അപ്പോൾ എന്തായിരുന്നു അവരുടെയൊക്കെ കാഴ്ചയുടെ ആകാംക്ഷഭരിതമായിരിക്കുന്ന ചിത്രം? നോക്കൂ, അങ്ങനെ ഓരോ കാര്യങ്ങളും യോഹന്നാനോട് പത്മോസിൽ കിടന്ന് ഒറ്റയ്ക്ക് വട്ടം കറങ്ങി തീരാൻ പോവുക എന്ന് ലോകം വിധിച്ച ആ മനുഷ്യനോട് യേശു പറഞ്ഞു, ഇവിടെ കയറി വാ, ഞാൻ നിന്നെ മേലാൽ സംഭവിപ്പാനിരിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ പറയാം, കാഴ്ചയുടെ ലോകം എന്ന് പറയുന്നത് ആത്മീയത്തിലൊരു അതിപ്രധാനമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിച്ചിട്ട് ആരാധിച്ചിട്ട് ദൈവത്തെ വിളിച്ചിറങ്ങിയിട്ട് ഒറ്റപ്പെട്ടിട്ട് കർത്താവിന് വേണ്ടി നേരെ നിന്നിട്ട് പലരുടെയും തള്ളലും തുപ്പലും ഏറ്റിട്ട് ഒന്നും കാണാതെ ജീവിതം തീർന്നു എന്ന് വരുത്തി തീർക്കല്ലേ. കാണേണ്ടത് കണ്ടിട്ട് ഇവിടുന്ന് പോകാവൂ. നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും എവിടെ ഇരുന്നാണിത് കേൾക്കുന്നതെങ്കിലും നിങ്ങളുടെ ആയുസ്സിൽ ഈ കാലഘട്ടത്തിൽ സർവശക്തൻ ചിലത് കാണാനുള്ള സംഗതി വരുത്തട്ടെ. ഇവിടെ എന്താണ് വാസ്തവത്തെ അവർ കണ്ടതെന്നറിയാമോ? 35-ാം വാക്യത്തിലാണ് നിനക്ക് ഇത് കാണുവാൻ സംഗതി വന്നല്ലോ എന്ന് പറഞ്ഞത്. 44-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ: യഹോവ മിസ്രയീമിൽ വെച്ച് നീ കാണുക, നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, ബലമുള്ള കയ്യ്, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിക്ക് മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നല്ലോ. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞു വെച്ചത്? പരീക്ഷകൾ കാണാനാണോ ഈ ആയുസ് എന്ന് ചിലപ്പോൾ നമ്മൾ ആശങ്കപ്പെട്ട് ചോദിക്കില്ലേ? യുദ്ധം കാണാനാണോ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിക്കത്തില്ലേ? പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിനായിരുന്നു ഇതെല്ലാം? ഈ പരിശോധനകൾ, ഈ പരീക്ഷകൾ, ഈ യുദ്ധങ്ങൾ, ഈ പോരാട്ടങ്ങൾ എന്തിനായിരുന്നു? മോശെ അതിനെ വലിയ കാര്യമായിട്ടാണ് അവരോട് പറയുന്നത്. ഈ യുദ്ധങ്ങളെല്ലാം നീ കണ്ടു, ഈ പരീക്ഷകളെല്ലാം കണ്ടു, ഈ പരിശോധനകൾ കണ്ടു. ദൈവത്തിൻ്റെ നീട്ടിയ ഭുജം, ദൈവത്തിൻ്റെ വീര്യകരം, ഭയങ്കര പ്രവൃത്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ഇതെല്ലാം നീ കണ്ടു. എന്നിട്ട് ചോദിക്കുക, ഒരു ജാതിയുടെ ഇടയ്ക്കൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരാൻ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അവിടെ ചെന്നിങ്ങെടുത്തോണ്ട് പോരാൻ ഇതുപോലെ പ്രവർത്തിച്ചൊരു പ്രവൃത്തി വേറെ ഏതെങ്കിലും ജാതികൾക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ടോ? നിനക്കത് കാണാനുള്ള സംഗതി വന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവസ്നേഹത്തിൽ കരുതലിൻ്റെ ദൈവത്തിൻ്റെ കൈകളിൽ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പറയാം, ചിലതൊക്കെ കാണാൻ നമ്മൾ കണ്ടപ്പോൾ ഓർത്തു, എന്തോ ജീവിത ദൈവമേ, എന്നും ഇങ്ങനൊരു പ്രശ്നമുണ്ടോ? പക്ഷെ അതിൻ്റെ പുറകിൽ സർവശക്തൻ നമ്മെ ഉറപ്പിക്കാൻ, നമ്മെ ധൈര്യപ്പെടുത്താൻ, നമ്മെ നാളെ കരുത്തരാക്കാൻ സ്വർഗം ചിലത് കരുതി വച്ചിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ ദൈവമായ കർത്താവ് കാണിക്കാനിടയായി തീർന്നു. 35-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗം കൂടി പറഞ്ഞാൽ അവസാന ഭാഗത്തേക്ക് വരാം. നിനക്കിത് കാണാൻ സംഗതി വന്നു എന്ന് മാത്രമല്ല, യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ. അവിടെയാണ് ഈ വാക്യങ്ങളുടെ ഊർജം ഉറങ്ങിക്കിടക്കുന്നത്. എന്താ പറഞ്ഞ്? നീ കണ്ടതൊക്കെ എന്തിനാണെന്നറിയാമോ? നീ വലിയ പുള്ളിയാണെന്നും നീ ഭാഗ്യമുള്ളവനാണെന്നൊന്നും അറിയാനല്ല. പിന്നെയോ, യഹോവ തന്നെ ദൈവം, അവനെപ്പോലെ വേറൊരു ദൈവമില്ല എന്ന് നാം അറിയേണ്ടതിന് തന്നെ. മറ്റൊരുത്തനുമില്ല ഇതുപോലെ പ്രവർത്തിക്കാനെന്ന് അറിയേണ്ടതിന് തന്നെ. പ്രിയരെ, ഞാനിങ്ങനെ ഈ സന്ദേശം കൺക്ലൂഡ് ചെയ്യാം. എൻ്റെ കർത്താവ് ഈ ഒരായുസിൽ, നമ്മൾ മനുഷ്യനാണ്, 2 കണ്ണുള്ളതിൻ്റെ പേരിൽ നോർമലി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണാം. പക്ഷേ മറ്റു പലരും കാണാത്തത് കാണാനുള്ള സംഗതി വരുത്തുന്ന ദൈവം. ഞാൻ നിങ്ങൾക്കൊരാശംസയായിട്ട് നല്ല ദിവസം പറയുക, നിങ്ങളുടെ കൂടെ പഠിച്ചവരും, നിങ്ങളുടെ കൂടെ വളർന്നവരും, നിങ്ങളുടെ കൂടെ ഇരുന്നവരും, നിങ്ങളുടെ കൂടെ നടന്നവരും, ഇവരാരും കാണാത്തത് ഒരു ജാതിയും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ചാർച്ചയിലും
മറ്റാരും കാണാത്തത് നടക്കും ദൈവമക്കളെ. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയില്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് കാണിച്ചു തരുന്ന ഒരുപാട് നന്മകൾ ഞാനെന്നും എപ്പോഴും 1000 വട്ടം ഓർക്കും. ഒരു പഴയ മനുഷ്യനായി, ഒരു പഴയ സാഹചര്യത്തിൽ എൻ്റെ ദൈവമായ കർത്താവ് എന്നെ വിളിച്ചപ്പോൾ ഞാനതൊക്കെ തിരസ്കരിച്ച് എൻ്റെ ഇഷ്ടത്തിന് ലോകക്കാരനെ പോലെ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ആയുസ്സിൽ ഒരിക്കലും കാണാനിടയാകാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അപ്പനെ അനുസരിച്ചതുകൊണ്ട്, എൻ്റെ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട്, എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ ഈ ക്രൂശെടുത്ത് ഇറങ്ങി വന്നതുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് കാണാൻ സംഗതി വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ വാക്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കാണുമ്പോൾ ചങ്കുരുകി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്നോർത്തുകൊണ്ട് പറയുക. സ്വർഗത്തോട് ചേർന്ന് നിൽക്കാൻ വന്നതിൻ്റെ പരമാവധി ചേർന്ന് നിൽക്കണം. നിങ്ങൾ ആർക്കെങ്കിലും ദൈവവേലയുടെ വിളിയുണ്ടെങ്കിൽ നിങ്ങൾ അമാന്തിച്ചും മടിച്ചും നിൽക്കരുത്. കഷ്ടപ്പാടും പ്രയാസമൊക്കെ കാണേണ്ട വരും, യുദ്ധവും പരിശോധനയൊക്കെ കാണേണ്ട വരും. പക്ഷേ ഇതിനപ്പുറം മറ്റാരും കാണാത്തത് ഞാൻ അഭിമാനപുരസരം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പറയുക. എൻ്റെ കസിൻ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ എൻ്റെ അപ്പൻ്റെ വീട്ടുകാരോ എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള എൻ്റെ ചാർച്ചക്കാരിൽ പലരും, എൻ്റെ പ്രായക്കാർ, അവരാരും കാണാത്ത എത്രയോ ദൈവപ്രവൃത്തികൾ കാണാൻ ഇതിനേക്കാൾ വലിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നുണ്ടെന്ന് തോന്നുന്നില്ല ദൈവമക്കളെ. അന്ത്യത്തോളം ദൈവത്തോട് വിശ്വസ്തരായി നിൽപ്പാനുള്ള കൃപ ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സന്ദേശം പറഞ്ഞു നിർത്താം. ഈ ഒരായുസിൽ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാം, ചേർന്ന് നിൽക്കാം. സമയമാകുമ്പോൾ, കൃത്യമായ ഒരാവശ്യം വരുമ്പോൾ, ആരും കാണാത്തത്, ആരും കരുതി വയ്ക്കാത്തത് സർവശക്തൻ നമ്മളെ കാണിച്ചു തരും. ഈ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് നമുക്ക് ബോധിപ്പിക്കാൻ, നമുക്ക് മാത്രമല്ല നമ്മുടെ പിള്ളേർക്കും നമ്മളുടെ അടുത്ത് നിൽക്കുന്നവർക്കും അവരുടെ അധരം കൊണ്ട് പറയിപ്പിക്കാൻ കർത്താവ് ഇടയാക്കും. ഇതൊക്കെ കാണാൻ എനിക്കും സംഗതി വന്നല്ലോ എന്ന് വിലപിച്ചുകൊണ്ടല്ല, സാക്ഷ്യത്തോടെ പറയാൻ സർവശക്തൻ നിങ്ങൾക്കും ഇടവരുത്തട്ടെ. ഒത്തിരി കാര്യങ്ങൾ നന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള യാത്ര തുടരട്ടെ. ഈ യാത്രയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 2 സൈഡിലെയും ജനാലപ്പാളികൾ തുറന്നിടട്ടെ. ഒരുപാട് കാര്യങ്ങൾ കണ്ട് ദൈവത്തെ പുകഴ്ത്തി മുന്നോട്ട് പോകാൻ പരിശുദ്ധൻ നമുക്ക് ഭാഗ്യമൊരുക്കട്ടെ. അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണയിൽ സമ്പന്നനെ, ഈ ഒരായുസ് അങ്ങയുടെ പ്രവൃത്തി കാണാനാ, നന്മ കാണാനാ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ള കരുതലുകൾ കാണാനാ, ഞങ്ങളെ സ്നേഹിക്കുന്നത് കാണാനാ, ഞങ്ങളെ താലോലിക്കുന്നതും വാത്സല്യിക്കുന്നതും അങ്ങേക്ക് ഞങ്ങളോട് എത്രത്തോളം പ്രീതി വാത്സല്യമുണ്ടെന്ന് തെളിയിക്കുന്നത് കാണാനാ ഞങ്ങൾക്ക് ആയുസ് തന്ന്. ശത്രുവിനെയും പിശാചിൻ്റെ പോരും പോർവിളിയും പോരാട്ടവും കണ്ട് ഞങ്ങൾ ഒതുങ്ങാനല്ല, ഞങ്ങളുടെ ദൈവത്തെ മഹിമപ്പെടുത്താൻ, അങ്ങ് മാത്രം ദൈവമെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ കാണാൻ ഞങ്ങൾ വീണ്ടും കാത്തിരിക്കും. അങ്ങത് ചെയ്തു തരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒത്തിരി അതിന് ഭാഗ്യമുണ്ടാകട്ടെ. പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.